ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഡയറി. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹാർട്ട് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ മാജിക് റിംഗ് ആണ് ഇവിടെ ചെയ്തെടുത്തത്. ഈ മാജിക് റിങ്ങിലേക്ക് നമുക്കൊരു 3 ചെയിനിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 പ്രാവശ്യമായിട്ട് നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ട്രിപ്പിൾ ക്രോഷറ്റൊക്കെ നമുക്ക് മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം അറിയാത്തവർ എൻ്റെ ചാനലിലുണ്ട്, അത് നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രിപ്പിൾ ക്രോഷറ്റ് ഇതുപോലെ തന്നെ 3 പ്രാവശ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ചെയ്യുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷറ്റും ഇതുപോലെ 3 പ്രാവശ്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റിച്ച് അധികം വിട്ട് ഓരോ സ്റ്റിച്ചും ചെയ്യരുത്. കുറച്ച് അടുത്തടുത്ത് ചെയ്താലേ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളെ ഹാർട്ടിന് ഹോൾ വീഴും. ഓക്കെ, ഡബിൾ ക്രോഷറ്റ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കഴിയാനായി. അത് 3 പ്രാവശ്യം തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെയിൻ കൊടുക്കുക എന്നതാണ്. ഓക്കെ, ശേഷം വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യാം. ഒറ്റൊരു പ്രാവശ്യം കൂടി നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ ചെയ്ത് ആ ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് തുടർച്ചയായി സെയിം മാജിക് റിങ്ങിലേക്ക് തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷറ്റാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷറ്റ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റാണ് ആദ്യത്തേൽ ചെയ്തത്. അതിന് പകരം നമ്മളിവിടെ തിരിച്ചാണ് ചെയ്യുന്നത്. അത് 3 ഡബിൾ ക്രോഷറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പഠിച്ചെടുക്കാനും സ്റ്റിച്ചുകൾ മനപ്പാടാക്കാനും ഈ ഒരു ചെറിയ വർക്കിലൂടെ നമുക്ക് കഴിയും. അപ്പോൾ നമുക്ക് വലിയ വർക്കുകൾ ഇനി എടുക്കാം. ഓക്കെ, ഈ 3 ട്രിപ്പിൾ ക്രോഷറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിങ്ങിലേക്ക് 2 അല്ലെങ്കിൽ 3 ചെയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ചെയിനാണ് എടുത്തിട്ടുള്ളത്. ആ 3 ചെയിൻ എടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് നമുക്ക് യാൺ കട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ആ റിങ്ങിനെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ നമ്മളെ ഹാർട്ട് ഇവിടെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു കീ ചെയിനിലേക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാഗിലൊക്കെ ഹാങ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.